യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതെ, എന്റെ മുറിയിൽ കുറച്ചുനേരം ഇരുന്നപ്പോ എന്ത് സുഖാന്നറിയോ? ടൗണിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും സ്വന്തം വീടിന്റെ വൈബൊന്ന് വേറെ തന്നെയാ. അത് പിന്നെ ജനിച്ചു വളർന്ന വീടെന്ന് പറഞ്ഞാലേ സ്വന്തം അമ്മയെ പോലെയാ മഞ്ചാടി. എനിക്കിവിടെ വരുമ്പോ നമ്മുടെ അമ്മയെ കാണാൻ കഴിയുന്ന പോലൊരു ആശ്വാസം. ഇനി സന്തോഷവും ആഹ്ലാദവും ഒക്കെ എത്ര നാളത്തേക്കാ? എല്ലാം തീരാൻ പോവല്ലേ? ഈ വീട് നഷ്ടപ്പെടുന്നതില് നിനക്ക് ശരിക്കും സങ്കടമില്ല മഞ്ചാടി? ഏയ്, അത്ര സെന്റിമെന്റ്സ് ഒന്നും എനിക്കില്ല രഘുവേട്ടാ. ഈ വീടുണ്ടായാ പോലും ഞാൻ ഇനി സിറ്റി ലൈഫ് വിട്ട് വരാനൊന്നും പോകുന്നില്ല. പിന്നെ അമ്മയുടെ ഓർമ്മയ്ക്ക് കുറച്ചു ഭൂമി അച്ഛൻ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ഒരു ചെറിയ വീട് വെച്ചാ പഴയ ഓർമ്മയൊക്കെ നിലനിർത്താൻ അത് മതിയല്ലോ. അവിടെ ഇടയ്ക്ക് വന്നു പോവാലോ. പിന്നെ പഠിക്കാനും ജോലി കിട്ടാനൊക്കെ നല്ലതേ ടൗണിൽ കഴിയുന്നതാ. ഞാൻ ലച്ചൂട്ടിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അമ്പിളി ചേച്ചി, എന്താ? ചായയായി വിളിക്കണേ. ഇത്രയുള്ള രഘുവേട്ട കാര്യം. അച്ഛനും രഘുവേട്ടനും എനിക്കുള്ളതുപോലുള്ള ആത്മബന്ധമൊന്നും ഈ വീടിനോട് വേറെ ആർക്കും ഉണ്ടാവണമെന്നൊന്നുമില്ല. അവരെല്ലാരും പുതിയ ജീവിതമായിട്ട് ഇണങ്ങി ചേർന്നു. ഈ വീട് പോയ വേറൊരു വീട്. നമ്മളും ഇനി അങ്ങനെ കണ്ടാ മതി. അല്ലെങ്കിലും ഈ വീട് തന്നെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഇതിലും വലുത് നേടണം. എങ്കിലേ നഷ്ടബോധമില്ലാതെ ജീവിക്കാൻ പറ്റൂ. അതൊക്കെ രഘുവേട്ടൻ മനസ്സ് വെച്ചാ പറ്റും. ആദ്യം ഈ കടക്കൊന്ന് തീരട്ടെ. അതിനുശേഷം രഘുവേട്ടൻ എന്ത് വേണമെങ്കിലും ആലോചിക്കാം. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല അമ്പിളി. ഈ നാട്ടിൽ നിന്ന് കുറച്ചു കാലം മാറിയിരിക്കുന്നത് നല്ലത്. ദാസങ്ങൾ പറഞ്ഞ വിസയില് എത്രയും വേഗം ദുബായിൽ പോകാൻ എന്റെ തീരുമാനം. അമ്പിളി, അമ്മാനെ കൊണ്ട് നീ അത് സമ്മതിപ്പിക്കണം. അത് രഘുവേട്ട, എടോ, നമുക്ക് മുമ്പിൽ അതിലും വലിയൊരു വഴിയില്ല അമ്പിളി. വിസയുടെ കാര്യം ദാസങ്ങൾ അമ്മാവനോട് സംസാരിക്കാം. അതിന്റെ കൂടെ നീയും സപ്പോർട്ട് ചെയ്താലേ അമ്മാവൻ സമ്മതം മൂളുള്ളൂ അമ്പിളി. അമ്പിളി, നമ്മുടെ മോൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ പോയി പണം ഉണ്ടാക്കിയേ പറ്റൂ. ഓ, വന്നോ? ഇന്നും വരണ്ടായിരുന്നു. ഞാനും എന്റെ മോളും ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. അമ്മയ്ക്കിപ്പോ എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലല്ല ശ്രദ്ധ, വേറെ പലതിലും. ഏട്ടനെങ്കിലും കുറച്ച് ഉത്തരവാദിത്തം കാണിക്കുമെന്ന് കരുതിയാ ഇന്നലെ ഞാൻ വിളിച്ചേ. അതും വെറുതെ. എടീ, അത് നീ പിന്നീട് വിളിക്കാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ശ്യാമിനെ കണ്ടുപിടിച്ചു കാണുമെന്ന്. ശ്യാമിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല. ശ്യാമിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തതേ ഏട്ടനും അമ്മയുവാ. ഞാനിപ്പോ സംസാരിക്കുന്ന എന്റെ കുഞ്ഞിന്റെ കാര്യം. ഞങ്ങൾ ഇന്നലെ രാത്രി തനിച്ചാണെന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും ഓർത്തോ? അയ്യോ, അപ്പോ ശാരദ ഇന്നലെ രാത്രി നിനക്ക് കൂട്ടുകിടക്കാൻ വന്നില്ലേ? ശാരദ, അവരുടെ കാര്യം ഇനി അമ്മേന്റെ അടുത്ത് പറഞ്ഞു പോരുത്. ഞാൻ ഇന്നലെ ഇവിടെ ജോലി കഴിഞ്ഞ് എത്തുമ്പോ അവരും എന്റെ കുഞ്ഞും ഇവിടെ ഉണ്ടായിരുന്നില്ല. അയ്യോ, ശാരദാനിയുടെ വീടിനടുത്തുള്ള രമണിയുടെ പശുവിന്റെ പ്രസവമാണെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയിരിക്കുന്നു. ശ്യാമമോളെയും കൊണ്ടോ? എങ്കിൽ എന്തായിരുന്നു? യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തതിന്റെ തെളിവാ ആ സ്ത്രീ.
പശുവിന്റെ പ്രസവം എടുക്കാൻ പോയതേ ഇവിടെ അമ്മയെ കാണാൻ വന്നൊരാളുടെ കയ്യില് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാ. അതാരാ എന്നെ കാണാൻ ഇവിടെ വന്നേ? വേറെ ആരുമല്ല, അമ്മയുടെ പഴയ മരുമോൻ തന്നെ, ശ്യാം. ആ ഞാൻ ശ്യാമിനെ കാണാതെ അന്വേഷിച്ച് നടക്കുമ്പോ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ ഫോൺ പോലും എടുക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. ആ ഇങ്ങോട്ടല്ലേ വന്നുള്ളൂ, വേറെങ്ങോട്ട് പോയില്ലല്ലോ. ഭാഗ്യം. ആ ഇതാ സോനെ പറഞ്ഞത്, ദൈവം തീരുമാനിച്ചതേ നടക്കുള്ളൂ. നീ നിന്റെ മോളെ ശ്യാമിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോരെന്ന് പറഞ്ഞപ്പോ അവക്ക് തുണയായിട്ട് അവളുടെ അച്ഛനെ ദൈവം ഇവിടെ കൊണ്ടുവന്നില്ലേ? ദൈവമല്ല, ഇതിനൊക്കെ ചരട് വലിച്ചത് അമ്മയാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് നമുക്ക് കരുതണ്ട. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ചിലത്. അമ്മ വേണമെങ്കിൽ ഏട്ടന്റെ കൂടെ പൊക്കോ. ഞാനും എന്റെ മോളും എങ്ങനെയെങ്കിലും ഇവിടെ കഴിഞ്ഞോളാം. എടി, ഒരു ദിവസം എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിന് നീ ഇത്രയ്ക്കൊക്കെ പറയണോ? ഹ്, ഇത്രയും നാളും നിനക്ക് നിന്റെ കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെട്ടവളല്ലേ ഞാൻ. ഇന്നലെ എനിക്ക് എന്താ പറ്റിയെന്ന് നീ നിന്റെ ഏട്ടനോട് ചോദിക്ക്. അമ്മയ്ക്ക് വയ്യായിരുന്നോണ്ട സോനെ ഇന്നലെ ഇങ്ങോട്ട് വരാതിരുന്നത്. ബസ് സ്റ്റാൻഡിൽ തലകറങ്ങി വീണ അമ്മയെ അർഷയെ വന്നെടുത്തോണ്ട് പോയത്. ആ എങ്കിലത് വേറൊരു ഡ്രാമയാവാനാ സാധ്യത. എന്റെ ഏട്ടാ അമ്മയും ഹർഷയും ചേർന്ന് പല പ്ലാനിങ് നടത്തുന്നുണ്ട്. അതിലേട്ടന് വീണ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ആ, എടി, നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞങ്ങൾ ആലോചിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മ പറഞ്ഞപ്പോ നീയും ശ്യാമും ഒരുമിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്കും തോന്നി. ഇനി നിനക്ക് അവനെ വേണ്ടെന്ന് തന്നെ തീരുമാനമെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. ആ അതെ, ഞാനും അതങ്ങ് വിട്ടു. ശ്യാമിന്റെ അച്ഛൻ വന്നാ അവനെ അയാളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഒഴിഞ്ഞോളാം. അതുപോലെ ആദ്യം ശ്യാമിന്റെ അച്ഛൻ വരട്ടെ. ഞാൻ ഇറങ്ങുവാ, ഇപ്പൊ തന്നെ വൈകി. ഓ എടി മോളെ, കുഞ്ഞെവിടെ? മുറിയിലുണ്ട്. അമ്മ അങ്ങോട്ട് ചെല്ല. ആ ഏട്ടാ ഞാൻ പോയിട്ട് വരാം. മോൾ ഉണർന്നു. നീ ഇരിക്കെന്തിര. ഇന്നലെ രാത്രി ആന്റി വരായിരുന്നോണ്ട് സോനയ്ക്കും മോക്കും കൂട്ടുകിടന്ന ഞാനാ. അമ്പടി കള്ളി, എവിടെയോള് പോയോ? ശ്യാമ മോളെ, ചക്കരക്കുട്ടി, ഇവിടെ ഇവിടെ എടി. ഒന്നും അറിയാത്ത പോലെ പോകുന്ന പോക്ക് കണ്ടില്ലേ? അവസാനം ഞാൻ പറഞ്ഞെടുത്ത തന്നെ കാര്യങ്ങൾ എത്തിയില്ലേ ഇന്ദ്ര? ആ, അമ്മയുടെ കണക്കൂട്ടലുകൾ അപാരമല്ലേ? അച്ഛന്റെ ചുന്ദരി വാവേ വാവേ. മുട്ടം 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 മുട്ടം. മുട്ടം 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 മുട്ടം.